പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്തിലെ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടും വന്നു. നമുക്കറിയാം, ഈ പ്രാവശ്യം പല പുതുമുഖങ്ങളായിട്ടുള്ള യുവത്വമാണ് അധികവും വിജയിച്ചിട്ടുള്ളത്. യുവാക്കളിലാണ് ജനങ്ങൾക്ക് പ്രതീക്ഷ. വിജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളോട് എനിക്കുള്ളൊരു അപേക്ഷ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിൽ മത്സരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവുക ഭൂരിപക്ഷവും. മാത്രവുമല്ല, നിങ്ങളിഷ്ടപ്പെടുന്ന ജനങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങളെ കൊണ്ടത് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള പല ആളുകളും നിങ്ങളുടെ നാട്ടിലുണ്ടാവും, നിങ്ങൾ മത്സരിച്ച സ്ഥലത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു നാട്ടിൽ നിന്ന് വിജയിച്ചാൽ ജയിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നാടിൻ്റെ പ്രതിനിധിയാണ് നിങ്ങൾ. അപ്പോൾ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, നിങ്ങൾ വിജയിച്ചിട്ടുള്ള ആ സ്ഥലത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. മാത്രവുമല്ല, നിങ്ങളങ്ങനെ ചെയ്താൽ, സഹായിച്ചു കഴിഞ്ഞാൽ, ഈ വ്യത്യസ്തമില്ലാതെ എല്ലാവർക്കും നിങ്ങൾ സഹായിക്കാൻ തയ്യാറായാൽ, ഇനിയും നിങ്ങളൊരു പക്ഷേ മത്സരിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിച്ച് കയറാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. പരാജയപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. പരാജയം വിജയത്തിലേക്കുള്ള കാൽപ്പടിയാണ്. പല നേതാക്കളും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കളും പല പ്രാവശ്യം തോറ്റിട്ടുള്ള ആളുകളായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ തോറ്റത് നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പാർട്ടിയുടെ പോരായ്മ കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിഷയമല്ല. പക്ഷേ നിങ്ങളുടെ പോരായ്മ കൊണ്ടാണ് നിങ്ങൾ തോറ്റതെങ്കിൽ എന്താണ് പോരായ്മ എന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളൊരു പുനർചിന്തനം നടത്തി, നിങ്ങൾക്കുള്ള പോരായ്മ എന്താണോ അത് മനസ്സിലാക്കി ആ പോരായ്മ നികത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ, സത്യസന്ധമായി അവരെ സഹായിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും. അതിനുള്ള പ്രയത്നം നടത്തുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.